ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന SI എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസറൊക്കെയാണ് നോക്കുന്നത്. ദ ആൻറ്റണിം ഓഫ് ആക്സിഡൻഷ്യൽ ഈസ് ഇൻറ്റൻഷണൽ. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം? എല്ലാവരും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. ഐഡൻറ്റിഫൈ ദ സിനണിം ഓഫ് ഡയാട്രൈബ്. വെർബൽ അറ്റാക്ക് എഗെയിൻസ്റ്റ് എ പേഴ്സൺ. നെയ്തർ ഓഫ് ദി ബോയ്സ് ഡാഷ് ഓൺ ടൈം ടു ക്യാച്ച് ദ ബസ് ഹോം. നെയ്തർ ഓഫിന് ശേഷം എന്താ, പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് വരുന്നത്. അപ്പോൾ വേഴ്സ് വരും. എവരി വൺ ഓഫിന് ശേഷം അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ വേഴ്സാണ് വരുന്നത്. അപ്പം 3 എന്നുള്ള ആൻസർ വരുന്നത് D ആണ്. സ്റ്റേറ്റ് വെദർ ദ ഇറ്റാലിസൈസ്ഡ് വെർബ് ഈസ് എ ഡൈനമിക് വെർബ് ഓർ എ സ്റ്റാറ്റീവ് വെർബ്. ഇവിടെ സീം എന്നുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീം എന്നുള്ളത് സ്റ്റാറ്റീവ് വെർബാണ്. ഡൈനമിക് വെർബ് എന്ന് പറയുമ്പോൾ ഇതൊരു ആക്ഷൻ വെർബായിരിക്കും. അപ്പോൾ ഓപ്ഷൻ B ആണ് വരുന്നത്. സ്റ്റാറ്റീവ് ഓപ്ഷൻ B 1. ഇൻസെർട്ട് എ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ദ ടൈഗർ ആനിമൽ ഈക്വൽ ടു ലയൺ ഇൻ സൈസ് ഓഫ് നേറ്റീവ് ഓഫ് ഏഷ്യ. അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണ്? ദ ടൈഗർ ആൻ ആനിമൽ ഈക്വൽ ടു ദ ലയൺ. ദ ടൈഗർ ആൻ ആനിമൽ ഈക്വൽ ടു ദ ലയൺ ഈസ് എ നേറ്റീവ് ഓഫ് ഏഷ്യ. അപ്പോൾ 2 വരുന്നത്. 2 എന്നുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? D. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതെന്ന് പറഞ്ഞാൽ മൈന്യൂസ്ക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈനി, വളരെ ചെറുത്, മൈന്യൂസ്ക്യൂൾ. അതിൻ്റെ സ്പെല്ലിങ് MINUSCULE. അപ്പോൾ 2 ഓപ്ഷനുണ്ട്, MINUSCULE. പിന്നെ പെർസ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫോളോ ചെയ്യുക എന്നുള്ളത്. PURSUE. അപ്പോൾ ഇനി അടുത്തത് ബൂർഷ്യ എന്നുള്ളതാണ്. ബൂർഷ്വാസിയുടെ സ്പെല്ലിങ് എന്തുവാ? BOURGEOISIE. BOURGEOISIE. അപ്പോൾ ഓപ്ഷൻ 4 വരുന്നത്, B. മൈന്യൂസ്ക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ചെറിയ പാർട്ട്, ഒരു ചെറിയ ഭാഗം, ടൈനി എന്നുള്ള അർത്ഥത്തിലാണ് മൈന്യൂസ്ക്യൂൾ വരുന്നത്. പെർസ്യൂ എന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക. PURSUE. ബൂർഷ്വാസിയുടെ സ്പെല്ലിങ് BOURGEOISIE. BOUR ഇതിങ്ങനെ ഓർത്താൽ മതി. BOUR എഴുതുക. പിന്നെ വരുന്നത് GEOISIE. BOURGEOISIE. ബൂർഷ്വാസി സ്പ്ലിറ്റ് ചെയ്താൽ മതി. BOURGEOISIE. നെക്സ്റ്റ് വൺ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് വേർഡ്. ദ സ്റ്റോറി ഈസ് ദാറ്റ് ദർ ഹാസ് ബീൻ എ ഗ്രേറ്റ് ക്ലൈമറ്റ് ഡിസ്ട്രപ്ഷൻ. ഒരു ഒപ്പീനിയനെ കുറിച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ CLIMATE ഈ ഓപ്ഷൻ ഉപയോഗിക്കും. അപ്പോൾ B ആണ് ആൻസറായിട്ട് വരുന്നത്. വെയിറ്റ് എ മിനിറ്റ്, അത് ഒന്നെങ്കിൽ വോണ്ട് യു ആണ് വരേണ്ടത്. പക്ഷേ അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് ഏതാ വരത്തുള്ളൂ? നൺ ഓഫ് ദി എബോയെ വരത്തുള്ളൂ. 4. വൺ വേർഡ് ഫോർ ദി എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ് ഏതാ? സൈനോഫോബിയ. ഓപ്ഷൻ B ആണ് വരുന്നത്, സൈനോഫോബിയ. ഹീ സെഡ് ദാറ്റ് ദ ഹോഴ്സ് ഹാഡ് ഡൈഡ് ഇൻ ദ നൈറ്റ്. ഏതാ വരുന്നത്? He said the horse died in the night. ഇതാണ് വരുന്നത്. ഓപ്ഷൻ 2 A ആണ് വരുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.